ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആഷിടെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഓട്ടോമാറ്റിക് ഡസ്റ്റ്ബിൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അതായത് നമ്മൾ ഡസ്റ്റ്ബിന്നിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുന്ന രീതിയിലുള്ളൊരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു മോഡലാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങൾ വീഡിയോ മുഴുവനായി കാണുക. അപ്പോൾ ഏതായാലും നമുക്ക് എങ്ങനെ ഉണ്ടാക്കൽ നോക്കിയാലോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഒരു അർഡിനോ ബോർഡാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് അൾട്രാസോണിക് സെൻസർ എന്ന് പറഞ്ഞൊരു സെൻസറാണ്. പിന്നെ നമുക്ക് വേണ്ടത് അതിന് കണക്ട് ചെയ്യാനായിട്ടുള്ള 4 ജമ്പർ വയർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു മൈക്രോ സെർവോ മോട്ടറാണ്. പിന്നെ അതിനെല്ലാത്തിനായിട്ടൊരു പവറായിട്ട് 9 വോൾട്ട് ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കണക്ടർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷൻസൊക്കെ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അൾട്രാസോണിക് സെൻസറിന്മേൽ ജമ്പർ വയർ കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ 4 കളറുള്ള ജമ്പർ വയറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നീല കളറുള്ള വയർ VCC എന്നുള്ള പിന്നിലേക്കും, അതുപോലെ തന്നെ പച്ച കളറുള്ള വയർ TRIG എന്നുള്ള പിന്നിലേക്കും, പിന്നെ വൈറ്റ് കളറുള്ള വയർ എക്കോ എന്നുള്ള പിന്നിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. പിന്നെ അവസാനമായിട്ട് GND എന്നുള്ള പിന്നിലേക്ക് ബ്ലാക്ക് കളറുള്ള വയറും കണക്ട് ചെയ്യാം. ഇനി ഇത് നമുക്ക് അർഡുയിനോ ബോർഡിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ VCC എന്ന് പറഞ്ഞ വയർ കണക്ട് ചെയ്യേണ്ടത് 5 വോൾട്ട് എന്ന് പറഞ്ഞ പിന്നിലേക്കാണ്. അതുപോലെ തന്നെ GND എന്ന് പറഞ്ഞ വയർ നമ്മൾ അർഡുയിനോയിലുള്ള GND എന്ന് പറഞ്ഞ വയറിലേക്ക് കണക്ട് ചെയ്യാം. പിന്നെ TRIG എന്ന് പറഞ്ഞ വയർ ഉണ്ടാവും, അത് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് 9ാമത്തെ പിന്നിലേക്കാണ്. അതുപോലെ തന്നെ എക്കോ എന്നുള്ള വയർ കണക്ട് ചെയ്യേണ്ടത് 8ാമത്തെ പിന്നിലേക്കാണ്. ഇനി നമുക്ക് സെർവോ മോട്ടർ ബോർഡിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ യെല്ലോ വയർ 7ാമത്തെ പിന്നിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ബ്രൗൺ വയർ GND എന്ന് പറഞ്ഞ പിന്നിലേക്കും കണക്ട് ചെയ്യാം. പിന്നെ റെഡ് വയർ വിൻ എന്ന പിന്നിലേക്കും കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കണക്ഷൻസൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പ്രോഗ്രാം കയറ്റണം. അപ്പോൾ അതിനായിട്ട് നമുക്കിത് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മളെ കോഡ്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൽ ടൂൾസിൽ പോയിട്ട് ഇതിൻ്റെ ബോർഡൊക്കെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് അർഡുയിനോ യുനോ ആണ്. അപ്പോൾ അർഡുയിനോ യുനോ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ പോർട്ടും സെലക്ട് ചെയ്യുക. അർഡുയിനോ യുനോ തന്നെ സെലക്ട് ചെയ്യാം. COM9 അർഡുയിനോ യുനോ എന്ന് ഉണ്ടാവും, അത് സെറ്റ് ചെയ്യാം. ഇനി നമുക്കിത് വെരിഫൈ ചെയ്യാം. അപ്പോൾ അത് വെരിഫൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ആരോ മാർക്ക് നോക്കിയാൽ നേരെ അപ്ലോഡ് ആവുന്നതാണ്. അപ്പോൾ നേരെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് അപ്ലോഡ് ആയി കഴിഞ്ഞാൽ ഡൺ അപ്ലോഡിംഗ് എന്ന് കാണിക്കുന്നതാണ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെ കണക്ഷൻസൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാറ്ററി കണക്ട് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ കണക്ടർ അതേപോലെ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇനി നമ്മൾ ഇതിൽ അർഡുയിനോയിലേക്ക് കൊടുക്കാനായിട്ട് ഒരു കണക്ടർ കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ബാറ്ററി മേലെ ആദ്യം കണക്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്കിത് അർഡുയിനോയിൽ കണക്ട് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ അർഡുയിനോ ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ആ സെൻസറിൻ്റെ മുന്നിൽ കൈ വെച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കൈ വെക്കുമ്പോൾ നമ്മളെ മോട്ടർ ഒരു ഭാഗത്തേക്ക് തിരിയുന്നുണ്ട്. കൈ എടുത്താലും അതിൻ്റെ ഓപ്പോസിറ്റൊക്കെ ആയിട്ടും തിരിയുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്കിതൊരു ചെറിയ ഡസ്റ്റ്ബിന്നിൽ സെറ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.